കേരളത്തിലെ ആനകൾ, വിസ്മയിപ്പിക്കുന്ന ശീലങ്ങളും ജീവിതവും. കേരളത്തിൽ കാട്ടാനകളും നാട്ടാനകളും നമ്മുടെ പ്രകൃതിയുടെയും ജീവിതശൈലിയുടെയും അവിഭാജ്യ ഘടകങ്ങളാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവയെ കാണാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. എന്നാൽ അതീവ ബുദ്ധിശാലികളായ ഈ വലിയ ജീവികളുടെ ചില ശീലങ്ങൾ തികച്ചും വിചിത്രവും അതിശയകരവുമാണ്. ഭക്ഷണവും ഭക്ഷണശീലങ്ങളും. ആനകൾ വലിയ സസ്യഭുക്കുകളാണ്. ഒരു ദിവസം 150 കിലോ വരെ സസ്യങ്ങൾ ഇവ ഭക്ഷിക്കുന്നു. ഇതിനായി 18 മുതൽ 19 മണിക്കൂർ വരെയാണ് ഇവ കാട്ടിലിരതയിടുന്നത്. കേരളത്തിലെ മലയോരങ്ങളിൽ മാത്രം ഏകദേശം 112 ഇനം സസ്യങ്ങൾ ഇവയുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുന്നു. വേനൽക്കാലത്ത് മരങ്ങളിൽ പുതിയ ഇലകൾ തളിർക്കുമ്പോൾ ചില്ലകൾ ഒടിച്ച് തളിരിലകൾ മാത്രം തിന്നുന്ന ശീലമുണ്ട്. മഴക്കാലത്ത് ഉയരത്തിൽ വളരുന്ന പുല്ലുകൾ വേരോടെ പിഴുതെടുത്ത് അവയുടെ മൃദുവായ ഇളം ഭാഗം മാത്രം ഭക്ഷിക്കാനും ഇവയ്ക്ക് വൈദഗ്ധ്യമുണ്ട്. പ്രതിദിനം 100 കിലോയിലധികം 220 പൗണ്ട് പിണ്ടമാണ് ഒരു ആന പുറന്തള്ളുന്നത്. സാമൂഹിക ഘടന. സാധാരണയായി ആനകൾ മാതൃദായക്രമം പിന്തുടരുന്നവയാണ്. മുതിർന്ന പിടിയാനകൾ നേതൃത്വം നൽകുന്ന കൂട്ടങ്ങളായാണ് ഇവ ജീവിക്കുന്നത്. അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് ഈ കൂട്ടത്തിന്റെ കേന്ദ്രബിന്ദു. ആൺകുട്ടികൾക്ക് 8 മുതൽ 13 വയസ്സുവരെ പ്രായമാകുമ്പോൾ അവർ പതുക്കെ ഈ കൂട്ടത്തിൽ നിന്നും വിട്ടുമാറാൻ തുടങ്ങുന്നു. കൗമാരക്കാരായ കൊമ്പന്മാർ പിന്നീട് സ്വതന്ത്രരായോ അല്ലെങ്കിൽ ചെറിയ ബാച്ചിലർ സംഘങ്ങളായോ ആണ് ജീവിക്കുന്നത്. പരസ്പരമുള്ള ഈ ശക്തമായ കുടുംബ ബന്ധങ്ങൾ ആനകളുടെ സവിശേഷതയാണ്. ആശയവിനിമയവും ബുദ്ധിശക്തിയും. കൃത്യമായ ആശയവിനിമയശേഷിയും ഉയർന്ന ബുദ്ധിശക്തിയുമുള്ള ജീവികളാണ് ആനകൾ. വൈവിധ്യമാർന്ന ശബ്ദങ്ങളിലൂടെയും മനുഷ്യന് കേൾക്കാനാവാത്ത ഇൻഫ്രാസോണിക് ശബ്ദതരംഗങ്ങളിലൂടെയും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മറ്റ് ആനകളുമായി ഇവ ആശയവിനിമയം നടത്തുന്നു. കാറ്റിലൂടെ വരുന്ന ഗന്ധം പിടിച്ചെടുത്ത് മറ്റ് ആനകളുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കാൻ ഇവയ്ക്ക് കഴിയും. തുമ്പിക്കൈകൾ പരസ്പരം കോർത്ത് സ്നേഹവും ആശ്ലേഷവും പ്രകടിപ്പിക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്. 4 മുതൽ 6 കിലോ വരെ ഭാരമുള്ള ഇവയുടെ വലിയ മസ്തിഷ്കം അപാരമായ ഓർമ്മശക്തിയും പഠനശേഷിയും നൽകുന്നു. മുതിർന്ന ആനകളിൽ നിന്നും കണ്ടുപഠിച്ചാണ് കുട്ടിയാനകൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഉറക്കശീലങ്ങൾ. മനുഷ്യരെ പോലെ ദീർഘനേരത്തെ ഉറക്കം ആനകൾക്ക് ആവശ്യമാണെന്നായിരുന്നു മുൻപ് ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത്. എന്നാൽ കാട്ടാനകൾ ദിവസത്തിൽ വെറും 2 മണിക്കൂർ മാത്രമേ ഉറങ്ങാറുള്ളൂ എന്നാണ് പുതിയ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. മാത്രമല്ല, ഗാഠനിദ്ര അഥവാ REM റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉറക്കം 3-4 ദിവസത്തിലൊരിക്കൽ മാത്രമേ ഇവയ്ക്ക് ലഭിക്കാറുള്ളൂ. ഭീമാകാരമായ ശരീരം നിലത്തിവെച്ചു കിടന്നാൽ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായതിനാൽ മുതിർന്ന ആനകൾ ഭൂരിഭാഗം സമയവും നിന്നുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഗാഠനിദ്രയ്ക്കായി മാത്രം ഇവ വല്ലപ്പോഴും നിലത്ത് കിടക്കുന്നു. ആനകൾക്കും സ്വപ്നങ്ങൾ കാണാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത്. അനക്കുളം. ലവണജലം തേടിയെത്തുന്ന ആനക്കൂട്ടങ്ങൾ.
ഇടുക്കി ജില്ലയിലെ മാങ്കുളത്തിനടുത്തുള്ള അനക്കുളം എന്ന ചെറുഗ്രാമം ഗജപ്രേമികൾക്ക് സുപരിചിതമാണ്. ഇവിടുത്തെ പുഴയിലെ ഒരു പ്രത്യേക ഭാഗത്ത് ഭൂമിക്കടിയിൽ നിന്നും ധാതുക്കളും ലവണങ്ങളും അടങ്ങിയ ഉറവകൾ വരുന്നുണ്ട്. ഈ വെള്ളം കുടിക്കാനായി കാട്ടിൽ നിന്നും വലിയ ആനക്കൂട്ടങ്ങൾ പതിവായി ഇവിടെ എത്താറുണ്ട്. റോഡിനോട് ചേർന്നുള്ള പുഴയായതിനാൽ ആളുകളുടെയും വാഹനങ്ങളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ശാന്തരായി വെള്ളം കുടിച്ചു മടങ്ങുന്ന ആനകളെ ഇവിടെ കാണാം. പുഴയിലെ മണലും കല്ലുകളും തുമ്പിക്കൈകൊണ്ട് മാറ്റി അതിനടിയിൽ നിന്നും വരുന്ന കുമിളകൾ നിറഞ്ഞ വെള്ളം കുടിക്കുന്ന ഇവയുടെ രീതി ഏറെ കൗതുകകരമാണ്. ഈ ലവണജലം ആനകൾക്ക് വലിയ ഊർജം നൽകുന്നു. അരിക്കൊമ്പൻ, അരി ഏറെ ഇഷ്ടപ്പെട്ട കൊമ്പൻ. സമീപകാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാട്ടാനയാണ് അരിക്കൊമ്പൻ. അരിയോടുള്ള അമിതമായ പ്രിയമാണ് അവൻ ഈ പേര് നേടിക്കൊടുത്തത്. റേഷൻ കടകളും വീടുകളുടെ അടുക്കളകളും തകർത്ത് അരിയും മറ്റ് ധാന്യങ്ങളും തിന്നുന്നതായിരുന്നു ഇവന്റെ സ്വഭാവം. ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളിൽ അരിക്കൊമ്പൻ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു. ഒരു റേഷൻ കട തന്നെ 9 തവണയോളം ഇവൻ തകർത്തതായി പറയപ്പെടുന്നു. 2005 മുതലുള്ള കണക്കുകൾ പ്രകാരം നിരവധി കെട്ടിടങ്ങൾ ഇവൻ തകർത്തിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിരന്തരം ഭീഷണിയായതോടെ 2023 ഏപ്രിൽ 29 വനം വകുപ്പ് മയക്ക് വെടിവെച്ച് പിടികൂടി ഈ കൊമ്പനെ പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് മാറ്റി. മനുഷ്യർ കഴിക്കുന്ന അരിയോട് ഒരു കാട്ടാനയ്ക്ക് ഇത്രയേറെ ആസക്തി തോന്നിയത് തികച്ചും അസാധാരണമായൊരു കാര്യമായിരുന്നു. ഉപസംഹാരം. കേരളത്തിലെ ആനകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെയും പ്രകൃതിയുടെയും അവിഭാജ്യ ഭാഗമാണ്. അവയുടെ ബുദ്ധിശക്തിയും കുടുംബ ബന്ധങ്ങളും ആശയവിനിമയ ശേഷിയും തികച്ചും വിസ്മയകരമാണ്. ഒരിടത്ത് ലവണജലത്തിനായി ഉറവകൾ തേടിയെത്തുന്നവരും മറ്റിടത്ത് അരിയോടുള്ള കൊതി കാരണം കടകൾ തകർക്കുന്നവരുമായ ഈ ജീവികളുടെ ശീലങ്ങൾ നമ്മെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു. പ്രകൃതിയുടെ ഈ മഹാവിസ്മയങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുക എന്നത് പ്രകൃതി സ്നേഹികൾ എന്ന നിലയിൽ നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്.